ചന്ദ്രയാൻ-1 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ് എത്രയാണ്? ഉത്തരം 386 കോടി രൂപ. ചന്ദ്രയാൻ-3 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ്. ഉത്തരം 615 കോടി. ചന്ദ്രയാൻ-3യുടെ വിക്ഷേപണ സമയം. ഉത്തരം 2023 ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35. ചന്ദ്രയാൻ-3 ദൗത്യത്തിന്റെ പിന്നിലെ ഇസ്രോ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ തിരുവനന്തപുരം, ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് തിരുവനന്തപുരം, UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്, സ്പേസ് ഫിസിക്സ് ലബോറട്ടറി തിരുവനന്തപുരം, ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ, സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി. ചന്ദ്രയാൻ-3യിലെ LVM-3 റോക്കറ്റ് രൂപപ്പെടുത്തിയത് ഏത് സ്ഥാപനമാണ്? ഉത്തരം VSSC. കാറ്റിന്റെ ഗതി, വിക്ഷേപണ സംവിധാനങ്ങളുടെ കൃത്യത തുടങ്ങിയവ ഉറപ്പിക്കുന്നത് VSSC ടീം ആണ്. വിക്ഷേപണം നിയന്ത്രിക്കുന്ന ഓട്ടോമാറ്റിക് ലോഞ്ച് സീക്വൻസ് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയതും VSSC ആണ്. ചന്ദ്രയാൻ-3യിലെ ലിക്വിഡ് എഞ്ചിനുകൾ, ത്രസ്റ്ററുകൾ തുടങ്ങിയവ തയ്യാറാക്കിയ സ്ഥാപനം. ഉത്തരം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ക്രയോജനിക് ലിക്വിഡ് പ്രൊപ്പൽഷനുകൾ സംയോജിപ്പിക്കുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആണ്. ചന്ദ്രയാൻ-3യിലെ ലാൻഡറിലെ പ്രവേഗം നിയന്ത്രിക്കുന്നതിനെ സഹായിക്കുന്ന സെൻസറുകൾ, ഗതി നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ തയ്യാറാക്കിയ സ്ഥാപനം. ഉത്തരം ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് തിരുവനന്തപുരം. ചന്ദ്രയാൻ-3യിലെ ചന്ദ്രയാൻ ഉപഗ്രഹങ്ങളുടെ സംയോജനം നടത്തിയ സ്ഥാപനം. ഉത്തരം UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ. ചന്ദ്രയാൻ-3 ദൗത്യത്തിലെ വിവിധ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം. ഉത്തരം സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്. ചന്ദ്രയാൻ-3യിലെ ലാൻഡറിൽ സ്ഥാപിച്ചിട്ടുള്ള ചാത്തെ, ലാക്മീർ എന്നീ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം. ഉത്തരം സ്പേസ് ഫിസിക്സ് ലബോറട്ടറി തിരുവനന്തപുരം. ചന്ദ്രയാൻ-3 ദൗത്യത്തിന്റെ ട്രാക്കിംഗ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. ഉത്തരം ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ. ചന്ദ്രയാൻ-3 ദൗത്യത്തിലെ സോളിഡ് മോട്ടോർ തയ്യാറാക്കിയതും വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുമായ സ്ഥാപനം. ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ-3 ദൗത്യത്തിലെ ദ്രവ്യ എഞ്ചിൻ, ക്രയോജനിക് ഫ്ലൂയിഡുകൾ എന്നിവ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനം. ഉത്തരം ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി. നിലവിലെ ഇസ്രോ മേധാവിയും ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായ മലയാളി. ഉത്തരം S സോമനാഥ്. നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി. ഉത്തരം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. നിലവിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ഡയറക്ടർ. ഉത്തരം ഡോക്ടർ K രാജീവ്. LVM-3 M4 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം S മോഹനകുമാർ. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം. ഉത്തരം 3,84,000 കിലോമീറ്റർ. ചന്ദ്രനിൽ ഏറ്റവും വേഗത്തിലെത്തിയ ലാൻഡർ ദൗത്യം. ഉത്തരം അപ്പോളോ 11. 3 ദിവസവും 3 മണിക്കൂറും 49 മിനിറ്റുമാണ് ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നത്. ചന്ദ്രയാൻ-3യിലെ ലാൻഡറിനും റോവറിനും ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സോളാർ പാനലുകൾ വഴി പകരുന്ന ഊർജം. ചന്ദ്രയാൻ-3യെ ബഹിരാകാശത്തേക്ക് വഹിച്ച റോക്കറ്റ്. ഉത്തരം LVM-3 M4 റോക്കറ്റ്. LVM-3 M4 റോക്കറ്റിന് 43.5 മീറ്റർ ഉയരവും 4 മീറ്റർ വിസ്തീർണവും ഉണ്ട്. ഇസ്രോയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണിത്.
GSLV മാർക്ക് 3 എന്ന് മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നു. വിക്ഷേപണ സമയത്തെ ഭാരം 640 ടൺ ആണ്. ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 4000 കിലോയും ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് 8000 കിലോയും ഭാരം എത്തിക്കാൻ കഴിവുണ്ട്. 3 ഇന്ധന സ്റ്റേജുകൾ ഇതിനുണ്ട്. ആദ്യം ഖര എഞ്ചിനും പിന്നീട് ദ്രാവക ക്രയോജനിക് എഞ്ചിനുകളും പ്രവർത്തിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രയോജനിക് എഞ്ചിനായ C-20 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആസ്ട്രോസാറ്റ്, ചന്ദ്രയാൻ 2 തുടങ്ങിയവ വിക്ഷേപിച്ചത് ഈ റോക്കറ്റിന്റെ സഹായത്തോടെയാണ്. ചന്ദ്രയാൻ 3യുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ഉത്തരം: ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇതിൽ ലാൻഡറും റോവറുമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുക. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ നിൽക്കും. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മൊത്തം ഭാരം. ഉത്തരം: 3900 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ഭാരം. ഉത്തരം: 2148 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ ഭാരം. ഉത്തരം: 1726 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ ഭാരം. ഉത്തരം: 26 കിലോഗ്രാം. ലാൻഡറും റോവറും ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവയുടെ ആയുസ് എത്രയാണ്? ഉത്തരം: ഒരു ചാന്ദ്രദിനം അല്ലെങ്കിൽ 14 ദിവസം. ചന്ദ്രയാൻ 3യിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളുടെ എണ്ണം. ഉത്തരം: 7. ലാൻഡറിൽ 4 എണ്ണവും റോവറിൽ 2 എണ്ണവും പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ 1 എണ്ണവും. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ശാസ്തെ, ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്, രംഫ LP, ഇൽസ, പാസീവ് ലേസർ റെട്രോഫ്ലെക്ടർ അറേ. ശാസ്തെ എന്ന ഉപകരണത്തിന്റെ ഉപയോഗം. ഉത്തരം: ചന്ദ്രമണ്ണിന്റെ താപനില പരിശോധിക്കാൻ. രംഫ LP എന്ന ഉപകരണത്തിന്റെ ഉപയോഗം. ഉത്തരം: മണ്ണിലെ വൈദ്യുത കാന്തിക സ്വഭാവവും പ്ലാസ്മ സാന്ദ്രതയും പരിശോധിക്കുവാൻ. ഇൽസ ഉപകരണത്തിന്റെ ഉപയോഗം. ഉത്തരം: ചന്ദ്രനിലെ കമ്പനങ്ങൾ അളക്കാൻ. ചന്ദ്രയാൻ 3യിലെ റോവറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ആൽഫ കണിക എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ചന്ദ്രയാൻ 3യിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: സ്പെക്ട്രോ പോളറിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഭൂമിക്ക് അരികിലെ ഇൻഫ്രാറെഡ് തരംഗം സംബന്ധിച്ചുള്ള പരീക്ഷണാത്മക പഠനത്തിനും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കറങ്ങി ഭൂമിയെ നിരീക്ഷിക്കുക എന്നിവയാണ് ഷേപ്പിന്റെ ധർമ്മം. ഭൂമിയുടെ ദൃശ്യങ്ങളും ഇത് പകർത്തും. ചന്ദ്രയാൻ 3നെ ചന്ദ്രന്റെ ഏതു ഭാഗത്താണ് ഇറക്കുവാൻ ശ്രമിക്കുന്നത്? ഉത്തരം: ദക്ഷിണ ധ്രുവ ഭാഗത്ത്. ചന്ദ്രയാൻ 2ലെ വിക്രം ലാൻഡർ ഇറക്കാൻ ശ്രമിച്ച മേഖലയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊക്കമുള്ള പാറകൾ നിറഞ്ഞ മേഖലയാണ് ഇത്. മാൻസിനസ് സി, സിംപേലിയസ് N എന്നീ പടുകുഴികൾക്കിടയിൽ ആയിരുന്നു ചന്ദ്രയാൻ 2 ഇറക്കാൻ ശ്രമിച്ചത്. ചന്ദ്രനിലെ സവിശേഷതയാർന്ന മേഖലയായ എയ്റ്റ്കിൻ ബേസിൻ, 9.05 കിലോമീറ്റർ പൊക്കമുള്ള എപ്സിലോൺ കൊടുമുടി തുടങ്ങിയവയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ ധ്രുവത്തിലാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ഇതുവരെയും എത്ര രാജ്യങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്? ഉത്തരം: 3. അമേരിക്ക, റഷ്യ, ചൈന. 1959-ൽ സോവിയറ്റ് യൂണിയൻ ലൂണ 1 എന്ന ദൗത്യം വഴി സോഫ്റ്റ് ലാൻഡിങ്ങിന് ശ്രമിച്ചു. എന്നാൽ ഇത് നടന്നില്ല. പിന്നീട് ഇതേ വർഷം തന്നെ ലൂണ 2 പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ഇതോടെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 ആയി. 1962-ൽ അമേരിക്കയും റേഞ്ചർ 4 എന്ന ദൗത്യവുമായി പേടകത്തെ ചന്ദ്രനിൽ ഇടിച്ചിറക്കി. 1966 സോവിയറ്റ് യൂണിയന്റെ ലൂണ 9 എന്ന ദൗത്യം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി
ലൂണ 13 വരെയുള്ള ദൗത്യങ്ങളിൽ ഈ വിജയം തുടർന്നു. സർവേയർ പരമ്പരയിലെ 5 ദൗത്യങ്ങളിലൂടെ അമേരിക്കയെ ചന്ദ്രമണ്ണിൽ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കി. 1969 ജൂലൈ 20 ചന്ദ്രനിൽ എത്തിയ അപ്പോളോ 11 ദൗത്യമാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യയാത്രാ ദൗത്യം. 2013 ഡിസംബർ 14 ചൈനയുടെ ചാങ്-ഇ-3 എന്ന പേടകം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചാന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. ഉത്തരം പി വീരമുത്തുവേൽ. ചാന്ദ്രയാൻ 3യുടെ ലാൻഡർ. ഉത്തരം വിക്രം. ചാന്ദ്രയാൻ 3യുടെ റോവർ. ഉത്തരം പ്രാഗ്യാൻ.